ഹലോ, അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചോറ് ബാക്കിയായാലും അത് വെച്ച് ചെയ്യാൻ പറ്റിയ നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇതിനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 കപ്പ് ചോറ് ചേർക്കുന്നത്. ഞാനൊരു സാധാ ബൗളാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. എടുക്കുന്ന എല്ലാം ഒരേ ബൗളിൽ തന്നെ എടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഒരു 2-3 സ്പൂണ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം. മിക്സിയുടെ ചെറിയ ജാറിൽ ചേർത്തിട്ട് അരച്ചെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പേസ്റ്റാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ ഞാനിത് അരച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് മൊത്തമായിട്ട് ഈ ബൗളിലേക്ക് ഇത് ചേർത്ത് കൊടുക്കാം. അത്യാവശ്യം വെന്ത ചോറൊക്കെ ആണെങ്കിൽ ഒരുപാട് വെള്ളമൊന്നും വേണ്ടി വരില്ല. 1 സ്പൂൺ വെള്ളത്തോണ്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഒത്തിരി വെള്ളമാക്കി കഴിഞ്ഞാലും നമുക്ക് ചിലപ്പം ഭയങ്കര ലൂസായി പോവും. അപ്പോൾ ഇനി നമ്മൾ ഇതിനകത്തോട്ട് ആ സെയിം ബൗളിൽ തന്നെ ഒരു ബൗള് റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. വറുത്തതോ വറുക്കാത്തതോ ഏതായാലും കുഴപ്പമില്ല. അതേ ബൗളിൽ തന്നെ 1 കപ്പ് തൈരും ചേർത്തിട്ടുണ്ട്. ഒരുപാട് പുളിയുള്ള തൈര് എടുക്കരുത്, നോർമൽ പുളിയുള്ള തൈര് തന്നെ എടുക്കുക. പിന്നെ ഇതിലേക്ക് ഞാൻ ഏകദേശം ഒരു 1/4 കപ്പോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു തിക്കായിട്ട് നമ്മൾ ഇഡ്ഡലി മാവിൻ്റെ പരുവത്തിനാണ് ഇത് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത്യാവശ്യം ഞാനിത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ഇത്തിരി വെള്ളത്തിൻ്റെ കുറവുള്ളതുകൊണ്ട് ഞാനൊരു 2 സ്പൂണും കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ വെള്ളം നോക്കി മാത്രം മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നല്ലപോലെ നമ്മളിത് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1 സ്പൂണും കൂടെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത്തിരിയും കൂടെ ഒന്ന് ടൈറ്റാണെന്ന് തോന്നി, കാരണം കുറച്ച് നേരം വെക്കുന്നുണ്ട് ഞാൻ. അപ്പോൾ ഒന്നും കൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾക്കിത് അപ്പം തന്നെ വേണമെങ്കിൽ ഉണ്ടാക്കിയെടുക്കാം, അല്ലെങ്കിൽ ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 15-20 മിനിറ്റ് വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ ചേർക്കുമ്പോൾ വെള്ളം അതിനനുസരിച്ച് ചേർത്താൽ മതി, കാരണം കുറച്ച് നേരം വെക്കുമ്പോൾ ഇത് കുറച്ചുകൂടെ ഒന്ന് ടൈറ്റ് ആവും. അപ്പോൾ ഞാനിതൊരു 15-20 മിനിറ്റ് വരെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇത് അത്യാവശ്യം കറക്റ്റായിട്ടുണ്ട്. ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം, ഞാൻ 1-2 സ്പൂൺ വെള്ളം കൂടുതൽ ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇപ്പോൾ കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് വെക്കുന്നുണ്ടെങ്കിൽ ടൈറ്റ് ആയി എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചൊന്ന് വെള്ളം ഒഴിച്ച് കൊടുത്ത് മിക്സ് ചെയ്താൽ മതി ഈ സമയത്ത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് വേണ്ടത്, ഒരു ഇഡ്ഡലി മാവിൻ്റെയൊക്കെ ആ ഒരു പരുവത്തിൽ. അപ്പോൾ ഇനി ഞാൻ ഇതിനകത്തോട്ട് ഒരു നുള്ള് അപ്പക്കാരം ചേർക്കുന്നുണ്ട്, ബേക്കിംഗ് സോഡ. എന്നാലും നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടുക. ഇനിയിപ്പോൾ അത് തീരെ കഴിക്കില്ല എന്നുള്ളവരാണെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ അപ്പം തന്നെ ചുട്ടെടുക്കുന്നതല്ലേ, അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ചേർത്തിട്ടുള്ളത്. അപ്പോൾ നല്ലപോലെ നമ്മൾ അപ്പക്കാരം മുഴുവനായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഡ്ഡലി ഉണ്ടാക്കുന്ന പോലെ ഇഡ്ഡലി തട്ടിൽ ചെയ്തെടുക്കാം. ഞാൻ കുറച്ചുകൂടി ഒന്ന് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഇതുപോലൊരു പ്ലേറ്റിലാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ കുറച്ചൊന്ന് ഓയിലാക്കിയിട്ടുണ്ട് പ്ലേറ്റിൽ. നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ഞാനൊരു 2 തവി മാവ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതിങ്ങനെ ചെയ്താലും അതുപോലെ തന്നെ നമ്മൾ ഇഡ്ഡലി ചെമ്പിൽ ചെയ്താലും ടേസ്റ്റിൽ വ്യത്യാസമൊന്നും വരില്ല. ഇതാകുമ്പോൾ കുറച്ചുകൂടെ കാണാൻ കുറച്ചൊന്ന് ഡിഫറെൻ്റ് ആയിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. അപ്പോൾ 2 തവി മാവ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് കട്ടിക്ക് ചെയ്യുന്നില്ല, കുറച്ച് തിന്നായിട്ട് ചെയ്യാണ് നല്ലത്. അപ്പോൾ ഇനി നമുക്കിതൊന്ന് ആവിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പ്ലേറ്റിലായതുകൊണ്ട് തന്നെ ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ചൂടാക്കുന്നുണ്ട്, ഇതിലേക്ക് വേവിക്കാനാണ്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഇതിനകത്തോട്ട് ഒരു റിങ് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ ആ ഒരു പ്ലേറ്റ് ഇതിനകത്തോട്ട് ഇറക്കി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കിനി ഇത് ഇഡ്ഡലി വേവിക്കുന്ന അത്രയും സമയം തന്നെ, ഒരു 10-12 മിനിറ്റ് അത്രയും മതി, ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിതൊന്ന് അടച്ച് വെച്ച് വേവിക്കുന്നുണ്ട്. നിങ്ങൾ ഈ അടപ്പിൽ ഒരു കോട്ടൺ ടവൽ വെച്ച് കവർ ചെയ്ത് അടച്ച് വെക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ ഇതിലേക്ക് വെള്ളം വീഴൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കിട്ടും. അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാനിത് ഏകദേശം ഒരു 12 മിനിറ്റ് വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ തൊടുന്ന സമയത്ത് ചൂടോടെ നല്ലോണം ഒട്ടിപ്പിടിക്കും. ചൂടാറുന്ന സമയത്ത് ഒട്ടൊന്നുമില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇതിൻ്റെ സൈഡൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്കിത് പ്ലേറ്റിൽ നിന്ന് മാറ്റാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യും. ഇത് ഒരെണ്ണമൊക്കെ മതി ഒരാൾക്ക് കഴിക്കാനായിട്ട്, അത്യാവശ്യം വയറ് നിറയും. അപ്പോൾ ഞാനിത് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഫോട്ടോസ് എടുക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് ഉണ്ടാവുക. ഞാനിതൊരു നല്ല സ്പൈസി ആയിട്ടുള്ളൊരു തക്കാളി കറിയുടെ കൂടെയാണ് ഇത് സെർവ് ചെയ്തിട്ടുള്ളത്. മീൻ കറി, സാമ്പാർ, ചിക്കൻ കറി എല്ലാത്തിൻ്റെ കൂടെ അടിപൊളി കോമ്പിനേഷനാണ്. നമുക്ക് ശരിക്കും ഒരു റവ ഇഡ്ഡലി അല്ലെങ്കിൽ ഒരു നല്ലൊരു പുളിച്ചപ്പം അതൊക്കെ കഴിക്കുന്ന ഒരു ഫീലാണ് ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, എന്നിട്ട് ഫീഡ്ബാക്ക് പറയാം. അപ്പോൾ നമുക്ക് മറ്റൊരു റെസിപ്പി ആയിട്ട് കാണാം. താങ്ക്